ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാത്തിയും വെടിയുണ്ടയും എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോണ്ടന്റ് വീഡിയോ ഇട്ട സമയത്ത് കുറെ പേര് അതിൽ കമന്റ് ചെയ്തിരുന്നു ഈ ഒരു പാഠഭാഗം പറഞ്ഞു തരുമോ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം ആയതുകൊണ്ട് കൂടെയാണ് ഈ ഒരു പാഠഭാഗം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നോവലാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട എന്താണ്, ഓരോ പാഠഭാഗവും പഠിക്കുന്ന സമയത്ത് അത് എന്താണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്, ഇതൊരു നോവൽ ഭാഗമാണ്. ഏത് നോവലാണ്? അഗ്നിസാക്ഷി അല്ലെ. ആരാണ് എഴുതിയത്? ലളിതാംബിക അന്തർജന അല്ലെ. ലളിതാംബിക അന്തർജന രചിച്ചിട്ടുള്ള അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലെ 12ാം അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായ ലാത്തിയും വെടിയുണ്ടയും എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഇതൊരു നവോത്ഥാന അല്ലെ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്ന അല്ലെ, സ്ത്രീ ജീവിതത്തെ, ബ്രാഹ്മണ സമുദായത്തിലുള്ള ഒരു സ്ത്രീയാണ് ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത്. ആ സ്ത്രീയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളെയാണ് ഈ നോവലിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തേതിക്കുട്ടി എന്ന ഭാര്യയിൽ നിന്ന് ദേവി ബഹൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയിലേക്കും പിന്നീട് സുമിത്രാനന്ദ എന്ന് പറയുന്ന സന്യാസിയായി മാറുന്ന ദേവകി മാനമ്പള്ളിയാണ് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. 1999 ഈ സിനിമ ഈ ഒരു നോവല് ശ്യാമപ്രസാദ് സിനിമയാക്കിയ സമയത്ത് നമ്മളുടെ ശോഭനയാണ് അതിൽ നായികയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്, നായികാസ്ഥാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആകുന്ന സമയത്ത് സിനിമ കണ്ടു നോക്കുക, രസമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ പഴയ കാലഘട്ടത്തെയും ആ ഇതൊന്നും സ്റ്റോറി മാത്രമല്ലല്ലോ, ആ കാലഘട്ടത്തിൽ കടന്നു പോയിട്ടുള്ള പല സ്ത്രീകളും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിനിമയും നോവലും ഒക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ ഈ കഥ അല്ലെങ്കിൽ ഈ നോവല് സഞ്ചരിക്കുന്നത് തങ്കം നായർ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രത്തിലൂടെയാണ്. അപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. ദേവകി, നമ്മളെ തേതിക്കുട്ടിയാണെങ്കിലും അതേപോലെ തങ്കം നായരാണെങ്കിലും ഒക്കെ കഥാപാത്ര നിരൂപണത്തിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടെയാണ്. അപ്പോൾ കുറച്ച് ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് തങ്കം നായർ എന്ന് പറയുന്നത്. അവരുടെ ഓർമ്മകളിലൂടെ അല്ലെ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കഥ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അങ്ങനെ കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിൽ സ്ത്രീ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ശക്തമായ നോവലാണ് അഗ്നിസാക്ഷി അല്ലെ. അപ്പൊ അഗ്നിസാക്ഷിയിലെ 12ാം അധ്യായത്തിലുള്ള ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. ഇതാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവല്. ഈ നോവല് 1999 ശ്യാമപ്രസാദ് എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയാക്കി മാറ്റിയിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ 1920-40 കാലഘട്ടത്തിൽ കേരളം പൊതുവായും നമ്പൂതിരി സമുദായം വിശേഷിച്ചും കടന്നു പോയിട്ടുള്ള സംഘർഷങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്പൂതിരി സമുദായത്തിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ പഴയകാല സമൂഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കർഷകരായിട്ടുള്ള അല്ലെങ്കിൽ അടിയാളരായിട്ടുള്ള മാറ്റി നിർത്തപ്പെട്ട ജനതയെ കുറിച്ചാണ് നമ്മൾ കുറേ അധികം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പൂതിരി സമുദായത്തിന്റെ ഉള്ളിലും അല്ലെ, ഈ ഉന്നതർ എന്ന് പറയുന്ന സമുദായ വിഭാഗത്തിന്റെ ഉള്ളിലും എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അത്തരം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, വിധവകള് അല്ലെ. ഇപ്പോ നമ്മുടെ സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലത്ത് ഒരു 5-6 പുരുഷന്മാരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മൂത്ത ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ, വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ബാക്കിയുള്ള പുരുഷന്മാരൊക്കെ എന്ത് ചെയ്യണം, അപ്പോൾ അവര് നായർ തറവാടുകളിൽ സംബന്ധം കൂടുകയാണ് ചെയ്യുക. ഇനി ആ സംബന്ധങ്ങളിൽ നായർ വീടുകൾ ഉണ്ടാവുന്ന ഇദ്ദേഹത്തിന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹത്തെ അച്ഛന്ന് വിളിക്കാനുള്ള അവകാശമൊന്നുമില്ല. അപ്പൻ തമ്പുരാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ നമ്പൂതിരി അല്ലെ വീടിന്റെ ഉള്ളിലുള്ള മൂത്ത ആൾക്ക് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ 20ാമത്തെ വയസ്സിലും 40ാമത്തെ വയസ്സിലും 60ാമത്തെ 70ാമത്തെ വയസ്സിൽ അദ്ദേഹം ചിലപ്പോൾ വിവാഹം കഴിക്കും. ചിലപ്പോൾ 70ാമത്തെ വയസ്സിൽ കഴിക്കുന്നത് അല്ലെ 16-15 വയസ്സുള്ള ചെറിയ പെൺകുട്ടികളെ ആയിരിക്കും. അപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ അയാൾ മരിച്ചു പോകും അല്ലെ. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, വിധവകളായി തീരുകയാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു ഇരുട്ടറയ്ക്കുള്ളിൽ അവരുടെ ജീവിതം അവർ ഹോമിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ള ഒരുപാട് നോവലുകൾ, അതേപോലെ നാടകങ്ങൾ, ഋതുമതിയാവട്ടെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം, അങ്ങനെ പല നാടകങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള നമ്പൂതിരി സമുദായത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കൃതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1920, 1940 കാലഘട്ടത്തിൽ കേരളം പൊതുവായും നമ്പൂതിരി സമുദായം വിശേഷിച്ചും കടന്നുപോയിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥകളെയാണ് എന്ത് ചെയ്യുന്നത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിൽ ചർച്ച ചെയ്യുന്നത്. തേതിക്കുട്ടി, ദേവകി മാനമ്പള്ളി, ദേവി ബഹൻ എന്നീ പല പേരുകളിലൂടെയും നിലകളിൽ എത്തിച്ചേരുന്ന പേരുകളിലും നിരകളിലും ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമായിട്ടുള്ള നായികയുടെ ജീവിതമാണ് എന്ത് ചെയ്യുന്നത്
നമ്മുടെ കഥയിലെ നോവലിൽ ചർച്ച ചെയ്യുന്നത്. പുരോഗമന ചിന്താഗതിക്കാരനായ സഹോദരൻ ഉണ്ടായിട്ടും അന്ധവിശ്വാസം നിറഞ്ഞ പശ്ചാത്തലത്തിലേക്ക് വിവാഹിതയായി എത്തപ്പെട്ടപ്പോൾ തേതിക്കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ഭർത്താവിന്റെ അവഗണന, സാമുദായിക വിലക്കുകള്, ഇങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാണ് ഈ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിനായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന തേതിക്കുട്ടിയാണ് നമ്മൾ കാണുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശഭരിതമായിട്ടുള്ള ഉജ്ജ്വല മുഹൂർത്തമാണ് നമ്മുടെ ലാത്തിയും വെടിയുണ്ടയും എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ. അപ്പൊ ഈ നമ്പൂതിരി സമുദായത്തിനുള്ളിലുള്ള സ്ത്രീകൾ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ അല്ലെ, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന തേതിക്കുട്ടി എന്ത് ചെയ്യാണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ വിശാലമായിട്ടുള്ള സമര ലോകത്തിലേക്ക് ഇറങ്ങാണ്. അപ്പൊ ആ ഒരു സമര അന്തരീക്ഷമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്ത് നമ്മൾ കാണുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചരിത്ര പ്രധാനമായിട്ടുള്ള സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലത്തെ വികാരനിർഭരമായിട്ടുള്ള അനുഭവത്തിലൂടെ ദേവി ബഹനിലേക്ക് എത്തുന്ന ഓർമ്മകളാണ് പാഠഭാഗം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത ദാഹവും അല്ലെ ഇച്ഛാശക്തിയും മാത്രം കൈമുതലായിട്ടുള്ള നിരായുധരായിട്ടുള്ള ജനങ്ങളും തോക്കും ലാത്തിയും കണ്ണീർവാദവുമായി നരവേട്ടയ്ക്ക് ഇറങ്ങി തിരിക്കപ്പെട്ട പട്ടാളക്കാരും തമ്മിലുള്ള സംഘടനം കൽക്കട്ട തെരുവിൽ നടക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ് ഈ സംഭവം തങ്കം നായർ എന്ത് ചെയ്യാണ് കാണുകയാണ് അല്ലെ, കൽക്കട്ട നിന്ന് ഈ ഒരു സംഭവം എന്ത് ചെയ്യാണ് അവർ കാണുകയാണ് കേട്ടോ. അങ്ങനെ ആ അവരുടെ തങ്കം നായരുടെ കാഴ്ചയിലൂടെ ഈ ഒരു സമരത്തിന്റെ അതിന്റെ തീക്ഷ്ണതയെ കാണുന്നതാണ് പാഠഭാഗം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരഭടന്മാരുടെ ത്രിവർണ്ണ പതാകകൾ ഏന്തിയുള്ള പ്രകടനം അല്ലെ തങ്കം നായരുടെ ഫ്ലാറ്റിന് മുന്നിലെ ക്ലോക്ക് ടവറിന് സമീപം എത്തുകയാണ്. അങ്ങനെ കുട്ടികളുടെ വിപ്ലവ സംഘമായിട്ടുള്ള വാനരസേനയും അതേപോലെ സ്ത്രീകളുടെ സംഘടനയായ നാരി സേവാ സമിതിയും യുവാക്കളുടെ രക്തസാക്ഷി സംഘവും ചേർന്നുള്ള വലിയൊരു ജനാവലി, അങ്ങനെ കുട്ടികൾക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്, അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യണം തെരുവിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ പട്ടാളം തടയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി എന്ത് ചെയ്യണു, നമ്മളുടെ ഈ ത്രിവർണ്ണ പതാകയും ഏന്തി ഈ ക്ലോക്ക് ടവറിന്റെ മുകളിലേക്ക് പഞ്ഞു കയറുകയാണ് കേട്ടോ. അങ്ങനെ രാജ്യത്തിന്റെ അഭിമാനം അല്ലെ അവിടെ ഉയർത്താൻ വേണ്ടി അവൻ അങ്ങനെ ഓടിക്കയറുകയാണ് അതിന്റെ മുകളിലേക്ക് കേട്ടോ. പക്ഷെ പട്ടാളക്കാരെന്ത് ചെയ്യാണ് ആ പിഞ്ചു കുഞ്ഞിനെ വെടിവെയ്തെടുത്ത് താഴേക്ക് വീഴ്ത്തുകയാണ്. അങ്ങനെ രക്തകണർ അല്ലെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള ചോരയിൽ കുളിച്ചിട്ടുള്ള അല്ലെ ഒരു വെള്ളപ്പറവയെ പോലെ ആ കുമാരൻ താഴെ വീണപ്പോൾ ആ സമിതിയിലുള്ള ഒരു അല്ലെ യുവതി എന്ത് ചെയ്യുന്നു, ഒരു സ്ത്രീ എന്ത് ചെയ്യാണ് ആ കുഞ്ഞിനെ ആവശ്യമാണെങ്കിലും അവര് ഒരുപാട് പട്ടാളക്കാരെ അടിക്കുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്, കുത്തുന്നുണ്ട്, സംഘർഷഭരിതമാണ്, സമരാന്തരീക്ഷമാണെന്ന് ആലോചിക്കുക. അപ്പോൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്യാണ് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അല്ലെ. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ എന്താ പറയുക ജ്വാലകൾ, തീക്ഷ്ണമായിട്ടുള്ള ജ്വാലകൾ ആ സ്ത്രീയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് തങ്കം നായർ കാണുകയാണ് അല്ലെ. അപ്പൊ അവരുടെ കണ്ണുകളും നോട്ടവും ഒക്കെ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെ. തേതിയിലേക്കും ദേവകി മാനമ്പള്ളിയിലേക്കും പിന്നെ ദേവി ബഹനിലേക്കും ആരെ ഓർമ്മകളിൽ കൂട്ടിക്കൊണ്ടുപോവാണ്, തങ്കം നായരെ കൂട്ടിക്കൊണ്ടുപോവാണ് അല്ലെ. നാടൊന്നാകെ ദേശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാനിറങ്ങുമ്പോൾ ഹീനയും ദുർബലയുമായ തനിക്ക് ഒന്നും ചെയ്യാനാവാത്തത്, അപ്പോൾ വീടിന്റെ ഉള്ളില് തന്റെ സൗകര്യങ്ങൾക്കുള്ളില് അല്ലെ താൻ അല്ലെ ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ടും എന്താണ് അതിനൊന്നും എതിരെ പൊരുതാനും ഒരു കാര്യം പോലും ചെയ്യാനാവാതെ തന്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന തന്നെ കുറിച്ച് എന്ത് ചെയ്യാണ് ഒരു അല്ലെ ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുന്ന തങ്കം നായരെയും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ദേവകി മാനമ്പള്ളിക്ക് തങ്കം നായരിൽ നിന്നും മോചനമില്ലെന്നും ഒരു കാലഘട്ടത്തിന്റെ തന്നെ രണ്ട് മുഖങ്ങളാണ് തങ്ങളെന്നും പുതിയ തലമുറയ്ക്ക് രണ്ട് അമ്മമാരുണ്ടെന്നും അവർക്ക് തോന്നുകയാണ്. സാമൂഹ്യ മാറ്റത്തിനായി നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന ത്യാഗിയായിട്ടുള്ള അമ്മയും മറ്റൊന്നെന്താണ് തങ്കം നായർ എന്താ ചെയ്തിട്ടുള്ളത്, തൻ്റെ കുഞ്ഞുങ്ങളെ വേഗം നാട്ടിലേക്ക് ഈ സമരാന്തരീക്ഷത്തിൽ നിന്നും പെട്ടുപോവാതെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളെ നാട്ടിലേക്ക് അയച്ചിട്ടുള്ള അമ്മയാണ് അല്ലെ. അപ്പോൾ രണ്ട് അമ്മമാരാണ്. ഒരു അമ്മ എന്താണ് മക്കളെ ചേർത്ത് പിടിക്കുന്ന അമ്മ, ഒരാൾ മക്കളെ എന്ത് ചെയ്യാണ് സംരക്ഷിച്ച് നാട് കടത്തുകയാണ് അല്ലെ. അപ്പൊ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ത്യാഗിയായിട്ടുള്ള എല്ലാം ത്യജിച്ചിട്ടുള്ള ഒരു അമ്മയെയും കാണാം നമുക്ക് തേതിയിലൂടെ. അതേപോലെ എന്താണ് ഒന്നിലും ഇടപെടാതെ അല്ലെ വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന മറ്റൊരു അമ്മയെയും അല്ലെ കാണുകയാണ്. താൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് നല്ലൊരു മാതൃകയല്ലെന്ന് ആത്മനിന്ദയോടുകൂടെ ഓർക്കുന്ന തങ്കം നായരെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ചോദ്യം അല്ലെ, ഒരു ചോദ്യം കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയ പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു അല്ലെ. നിരത്ത് എന്ത് ചെയ്യാണ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എന്തിനെ പോലെയാണ്, വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയ ഒരു പെരുമ്പാമ്പിനെ പോലെ ആ വഴിയിനെ സൂചിപ്പിക്കുകയാണ്. ഈ വാക്യം ആ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കൽക്കത്ത നഗരത്തിലെ തെരുവിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പുറം ഇപ്പുറം ഇങ്ങനെ വായ പൊത്തിയിട്ടുള്ള ഒരു പെരുമ്പാമ്പിനെ പോലെ എന്ത് ചെയ്യുന്നു ആ നിരത്ത്
വഴി തോന്നുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ കൽക്കട്ട നഗരത്തിനെ കുറിച്ചാണ് പറയുന്നത്, അതിനുള്ള ഒരു തെരുവിനെ കുറിച്ചാണ്. അപ്പോൾ പട്ടാള നിയമമൊക്കെ പ്രഖ്യാപിച്ച് ജനങ്ങളൊക്കെ ശൂന്യമായി കിടക്കുന്ന ഒരു തെരുവാണ്. അതിനു മുമ്പ് എന്താണ് വളരെ ബഹളവും കാര്യങ്ങളും കച്ചവടക്കാരും കുട്ടികളും സ്ത്രീകളൊക്കെ ഓടിച്ചാടി നടന്നിരുന്ന ഒരു തെരുവാണ് അല്ലേ. അപ്പോൾ അവിടെ ആരുമില്ല എന്നുള്ളതാണ്, അതായത് ആരുമില്ലാത്തൊരു നിശ്ചലമായിട്ടുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യവും അടിച്ചമർത്തലും ഇന്ത്യയെ എത്രത്തോളം ശ്വാസം മുട്ടിച്ചിരുന്നു എന്ന് വായു മൂക്ക് മൂടിക്കെട്ടി എന്ന പരാമർശം സൂചിപ്പിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഇല്ലാതെ സ്വന്തം നാട്ടിൽ അടിമകളായി ജീവിക്കേണ്ടി വരുന്ന ജനതയുടെ അല്ലെ ഒരു പെടച്ചിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ബന്ധിതമാണെങ്കിലും ഇന്ത്യയുടെ വൈപുല്യവും കരുത്തും പെരുമ്പാമ്പ് എന്ന് പറയുന്ന സൂചകത്തിലുണ്ട് അല്ലെ. പെരുമ്പാമ്പിന്റെ ഒരു ഭീകരത അല്ലെ അതിന്റെ ഒരു ശക്തിയൊക്കെ അതിൽ കാണുന്നുണ്ട്. ഏത് നിമിഷവും പൊട്ടി പുറപ്പെടാനുള്ള ഒരു സമരത്തിന്റെ സൂചനയും എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഈ ഒരു വരികളിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര ഭീകരമായിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യ സമരം ടെൻഷൻ എന്നൊക്കെ വിചാരിച്ചിനെ കാണേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോവലാണ്. നോവലിൽ പറയുന്ന ആ ഒരു കാലഘട്ടത്തെ അല്ലെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ, ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തെ, കൊൽക്കത്തയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ, സമരങ്ങളെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നോവലിൽ പ്രതിപാദിക്കുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ എന്താണ് ആ പാഠഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് വായിക്കണം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ആദ്യത്തെ യൂണിറ്റ് മുതൽ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാ യൂണിറ്റുകളും പാഠഭാഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.